വലുതാൽ ബാക്കിലോട്ട് അക്ഷരം ചെല്ലാം നോട്ടം നേരെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ഹായ് ഓൾ, എല്ലാവരും എന്ത് പറയുന്നത്? സുഖമായിട്ടിരിക്കുന്നോ? ഇന്നാണ് നമ്മുടെ ലീവിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ. അതെ, ഇന്ന് നമ്മുടെ ലീവിൻ്റെ 3ാമത്തെ ദിവസം. രാവിലെ ഒരു 5 o'clock കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയി എണ്ണക്കുടമൊക്കെ എടുത്ത് ഉണ്ണിക്കുട്ടൻ ദേവും കാര്യമായിട്ട് ഉടക്കൊക്കെ ആയിരുന്നു. ഒരുവിധം കൊണ്ടുപോയി ഞങ്ങൾ അമ്പലത്തിൽ അതെല്ലാം ചെയ്തു വന്നു. പക്ഷേ കാര്യമായിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഒരു ചെറിയ ക്ലിപ്പേ കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞ് അവർ വന്ന് ഉറക്കിയിട്ട് ഒരു 6:30 ആയപ്പം ഞാനും ചേച്ചിയും കൂടെ നേരെ ചേച്ചിയുടെ യോഗ സെൻറ്ററിലോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ വീഡിയോസ് എടുക്കണം എന്നുള്ളത് ഓർത്തായിരുന്നു, പക്ഷേ ഷോർട്ട് ഫോമിലാണ് എടുക്കാൻ പറ്റിയത്. പ്രണമാസനം, ഹസ്ത ഉത്ഥാനാസനം, പാദഹസ്താസനം, വലുതാൽ ബാക്കിലോട്ട് അക്ഷരം ചെല്ലാം നോട്ടം നേരെ. പർവ്വതാസനം, അഷ്ടാംഗ നമസ്കാരം, ഭുജംഗാസനം. യോഗ ചെയ്ത് കഴിയുമ്പോൾ പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ. അങ്ങനെ ഒരു പോസിറ്റീവ് ഫീലും ഒക്കെ ആയിട്ട് നേരെ അമ്പലത്തിലും ഒക്കെ പോയി അമ്പലത്തിൽ നിന്ന് നേരെ ഞങ്ങൾ വീട്ടിലോട്ടേക്ക് പോന്നു. ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളുടെ മോച്ചച്ചേര ബർത്ത്ഡേ ആണേ. ഇന്ന് മോച്ചച്ചേര എത്രാമത്തെ ബർത്ത്ഡേ? തിരിഞ്ഞു നോക്ക്. 7. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഭയങ്കര അയ്യേ, ഇന്നിവിടെ അമ്പലത്തില് പൂരാണേ. എല്ലാരും ഭയങ്കര തിരക്കാ, പൂര ആഘോഷം. അമ്മ മറന്നുപോയി മോച്ചേച്ചിയുടെ ബർത്ത്ഡേ. ഞാനാ ഓർത്തേ. വേണ്ട, പറ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. അറിയോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. May the God bless you. May the God bless you. Happy birthday to you. Happy birthday to you. പുണ്യമാണ്, പാപമാണ്. അതെ, സത്യമാണ്. അമ്മ പറഞ്ഞത് സത്യമാണ്. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത സുഹൃതം കൊണ്ടാണ് ഈ ജന്മത്തിൽ ഈ ഭർത്താവിനെ കിട്ടിയത്. അതൊരു സത്യമായ കാര്യമാണ്. ഞങ്ങളുടെ മോച്ചെ പോലത്തെ അച്ഛനായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും സമ്മതിച്ചു തരുന്നതും അമ്മയ്ക്ക് ഒരുപാട് കാലിന് വയ്യാഴിക ഉണ്ടായിട്ടും അമ്മേനെ പൊന്നു പോലെ നോക്കുന്നതും. അവർ രണ്ടാളും എപ്പോഴും ഹാപ്പിയാണ് കേട്ടോ. രണ്ടാളും നല്ല അടിയാണ്, പക്ഷെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. ഇതുപോലുള്ള അച്ഛനെയും അമ്മേനെയും കിട്ടിയത് ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ് കേട്ടോ. രാവിലെ പറഞ്ഞ പോലെ തന്നെ അച്ഛയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അച്ഛയുടെ 70ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ പൂരമായതുകൊണ്ട് എല്ലാവർക്കും പൂരം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഹരമാണ്. അതും അച്ഛയ്ക്ക് അതിൻ്റെ ഹരം ഡബിളാണ്, പ്രത്യേകിച്ച് അച്ഛയുടെ ബർത്ത്ഡേയും പിന്നെ അമ്പലത്തിലെ ഉത്സവം. അതുകൊണ്ട് എല്ലാ വർഷവും അച്ഛ പൂരത്തിനൊരു പ്രത്യേക വൈബാണ് അച്ഛയ്ക്ക്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. വർഷത്തിലൊന്ന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് അച്ഛയ്ക്ക് ഇന്നാണ്, അതായത് പൂരത്തിന്. അത് അച്ഛ ഒരു പ്രത്യേക വൈബാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അച്ഛ ഈ എന്നോട് പറയുന്നത് എന്താണെന്നറിയാവോ? അതെ, അമ്മയുടെ കാലയിൽ വെരിക്കോസ് വെയിൻ പൊട്ടിയിരിക്കുകയാണ്, രണ്ടാളും കൂടെ ജോലിയെല്ലാം ചെയ്യണം, അമ്മേനെ ഇട്ട് ബുദ്ധിമുട്ടിക്കരുത്, ഇതൊക്കെയാണ് അച്ഛ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകുന്നത്. അവർ തമ്മിലുള്ള സിങ്ക് അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഞാൻ വീട്ടിലെ അടുക്കളയിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചേച്ചി അകത്ത് വീടിനകം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ എന്നാൽ കാല് വയ്യെങ്കിലും അമ്മ കാര്യമായിട്ട് കറിയെല്ലാം വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൂരമൊക്കെ അല്ലേ, ആരെങ്കിലുമൊക്കെ വന്നാൽ നമ്മുടെ കരയിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് കാണുന്നതാണ് ഞങ്ങൾ ഈ പൂരം. അതൊരു പ്രത്യേക ഒരു മനസ്സുഖമാണ് അന്നത്തെ ദിവസം. അതിൻ്റെ ഇടയ്ക്ക് ദേവു ഉണ്ണി എഴുന്നേറ്റ് വന്നായിരുന്നു. രാവിലെ അവരെ ഞാൻ പല്ലൊക്കെ തേച്ച് റെഡിയാക്കി കൊണ്ടുപോയതാണെങ്കിലും ഉറങ്ങി എഴുന്നേറ്റല്ലേന്ന് കരുതി ഒന്നും കൂടെ പല്ലെല്ലാം തേപ്പിച്ച് നമുക്ക് വേഗം ഫുഡ് കഴിക്കണം. ഇപ്പം കുടം വരും, കുടം കാണാൻ പോകണം. നിങ്ങൾ വന്നാലും കൊള്ളാം, ഇല്ലേലും കൊള്ളാം, ഞാൻ പോയി കാണും. അതിനു വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ലീവ് എടുത്ത് വന്നേക്കുന്നതാണെന്നാണ് ഞാൻ അവരോട് പറയുന്നത്. അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ദേവത്തെ പിടിച്ച് നേരെ ഞങ്ങൾ അമ്പലത്തിലോട്ട്.
അതെ, ധൃതി പിടിക്കാൻ വേറൊരു കാര്യം കൂടിയുണ്ട്. അമ്മാവൻ വിളിച്ച് പറഞ്ഞു കുടം വരാറായിട്ടുണ്ട്, നിങ്ങൾ വരുന്നില്ലേന്ന്. അങ്ങനെ ഞാൻ ധൃതി പിടിച്ച് ഞാൻ ചാടി വേഗം ഇറങ്ങി. ഈ മഞ്ഞക്കുടം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഇതാണ് എൻ്റെ മനസ്സിലോട്ട്. കാരണം ഞാൻ കുഞ്ഞിൽ ഒരുപാട് തവണ കുടം എടുത്തിട്ടുണ്ട്. എന്നെ ഇപ്പോഴും അവിടെയുള്ള പ്രായമുള്ളവരൊക്കെ കണ്ടാലും പറയും ഞാൻ പെറ്റിക്കോട്ടിട്ട് കുടം തുള്ളാൻ പോയ കഥ. അത് എനിക്ക് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ. ഇതൊക്കെ മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദേവനന്ദയുടെയും ഉണ്ണിയുടെയും ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് ഇവരെ ഇവിടുന്ന് കൊണ്ടുപോയേക്കുന്നത്. അവരും അറിയട്ടെ നാടിൻ്റെ രുചികളും സന്തോഷങ്ങളും. ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കേട്ടോ. പക്ഷെ ഒരുപാട് ക്ലാസ് ദേവുവിൻ്റെയും ഉണ്ണിയുടെയും ഒക്കെ പോയിട്ടുണ്ട്. ദേവുവൊക്കെ ആകെ 2-3 ദിവസം സ്കൂളിൽ പോയിട്ടുള്ളൂ. ബാക്കി നോട്ട്സും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കണം. പക്ഷെ എന്നാലും ഞാൻ ചിന്തിച്ച എന്നാന്ന് വെച്ചാൽ നമുക്ക് വർഷത്തിൽ ഒന്ന് കിട്ടുന്ന ഒരു അവസരമാണ്. എന്തോ ഞാൻ പറഞ്ഞ മറ്റുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞല്ലോ, എനിക്കിത് കൂടണം, മക്കളെ കൊണ്ടുപോകണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ദിവസം ഈ കരയിലുള്ളവര്, പ്രത്യേകിച്ച് മോച്ചയ്ക്ക് ഇരട്ടി മധുരമാണെങ്കിലും, പക്ഷെ ഈ കരയിലുള്ളവർക്കെല്ലാം ഇന്ന് ഒരു പ്രത്യേക സന്തോഷത്തിന്റെ ദിനമാണ്. അതായത് വർഷത്തിലൊന്ന് ഞങ്ങൾ ഈ കരക്കാരെല്ലാം കൂടി അടിച്ച് പൊളിക്കുന്ന ഒരു ദിവസം എന്ന് വേണം പറയാൻ. അതായത് കളരിക്കമ്പലത്തിലെ പൂരം എന്ന് പറയുന്നത് ഞങ്ങളുടെ എന്താണ് അതിന് പറയുക, ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ പൂരം എല്ലാം കൂടി അവിടുന്ന് ദേവു പൂരം കൂടെ വന്നപ്പോഴേ പറഞ്ഞു എനിക്ക് ഐസ്ക്രീം വേണം അമ്മ, എനിക്ക് ഐസ്ക്രീം വേണമെന്ന്. പൂരം കഴിയട്ടെ, കുടം കഴിയട്ടെ എന്നും പറഞ്ഞാണ് ഞാൻ വെച്ചോണ്ടിരുന്നത്. അങ്ങനെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു. വീട്ടിൽ വന്നപ്പം ഓൾറെഡി അച്ഛൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ കറങ്ങി തെറ്റിയൊക്കെയാണ് വരുന്നത്, എല്ലായിടത്തും കയറി തറവാട്ടിലുമൊക്കെ കയറിയാണ് ഞങ്ങൾ വരുന്നത്. അങ്ങനെ വന്നപ്പോഴത്തേന് ഓൾറെഡി അപ്പാപ്പി വന്നിട്ടുണ്ടായിരുന്നു, അമ്മാവനുണ്ടായിരുന്നു, സന്തോഷിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഒരുമിച്ചിരുന്ന് ഓരോ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. ഇന്നത്തെ ദിവസമാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ എല്ലാവരും വരികയും നമ്മളെല്ലാവരും കുടുംബത്തിലുള്ളവർ എല്ലാവരും കാണുകയും സംസാരിക്കുകയും ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. ഇതൊക്കെ എന്ന് വെച്ചാൽ എന്നെയും സംബന്ധിച്ച് എനിക്ക് വലിയ കാര്യമാണ് കേട്ടോ. കാരണം നമ്മളിവിടെ എന്ന് ഈ ഡ്യൂട്ടിക്ക് പോകുന്നത്, തിരിച്ചു വരുന്നത്, ഇവിടുത്തെ കുറേ ടെൻഷൻ, ഇവിടുത്തെ കാര്യങ്ങൾ, ഇതൊക്കെ നിൽക്കുമ്പം എനിക്കിതൊക്കെ വലിയൊരു സന്തോഷ നിമിഷമായിട്ടാണ് കരുതുന്നത് കേട്ടോ. ഭയങ്കര ചൂടായിരുന്നു, ഭയങ്കര ചൂടെന്ന് പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണിക്കും ദേവുവിനും കുഞ്ഞാപ്പൂനും എല്ലാവർക്കും കൂടെ അവർക്ക് ഇഡലി മതിയെന്ന് പറഞ്ഞപ്പം ഇഡലി ഞാൻ കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞ് അമ്മാവൻ കിച്ചുവിനെ കൊണ്ടുവരാൻ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് വന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഐസ്ക്രീം കഴിച്ചു. കിച്ചിക്കുട്ടൻ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു, അപ്പോൾ കിച്ചിക്കുട്ടൻ അതും കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ മുത്തിയമ്മയുടെ കൂടെ, അത് രമയമ്മയുടെ അമ്മയാണ് കേട്ടോ, മുത്തിയമ്മയുടെ കൂടെ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഫുഡ് കഴിച്ച്. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞപ്പം കുറച്ച് നേരം ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണം തീർക്കാൻ ഞങ്ങൾ ഉറങ്ങിയിട്ട് നേരെ ഞങ്ങൾ പോകുന്നത് എൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ വീട്ടിലോട്ടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ പല ഭാഗങ്ങളും ഷോർട്സ് ഫോമിലാണ് എടുത്തേക്കുന്നത്. അത് സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെയൊക്കെ ആയിപ്പോയി. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് തിരിച്ച് വന്ന് വൈകുന്നേരം ആയപ്പോൾ നേരെ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയി കേട്ടോ. അവിടെ പോയി താലപ്പൊലിയൊക്കെ എടുത്ത് കഞ്ഞിയൊക്കെ കുടിച്ച്, പിന്നെ അമ്പലത്തിൽ പടയണി എന്ന് പറയുന്നതായിരുന്നു ഇന്നത്തെ അമ്പലത്തിൽ ഉത്സവത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പടയണി ആക്ച്വലി എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് കാണണം എന്നുള്ള ആഗ്രഹത്തിലിരിക്കുകയായിരുന്നു. പക്ഷേ 11 മണിയായിട്ടും തുടങ്ങിയില്ല, ഒരുപാട് ലേറ്റായി. ഉണ്ണിക്കുട്ടനാണെങ്കിൽ ഭയങ്കര വഴക്കായിരുന്നു. വഴക്ക് മീൻസ് ഉറങ്ങാനായിട്ട് അവന് ഭയങ്കര ചൂട് കാരണം പറ്റുന്നില്ല. ഭയങ്കര ഞാൻ പോയ സമയത്ത് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നല്ലോ. അങ്ങനെ അപ്പം മുഴുവനായിട്ട് കാണാൻ പറ്റിയില്ല. ഞങ്ങൾ കുറേശ്ശെയൊക്കെ കണ്ട് ഒരുവിധം അവനെ അവിടെ ഇരുത്താൻ നോക്കി, പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ, ഞാനും പിന്നെ ചേച്ചി പിള്ളേരും മുത്തിയും രമയമ്മയും എല്ലാവരും കൂടി ഇങ്ങോട്ട് പോന്നു, വീട്ടിലോട്ട് തിരികെ പോന്നു.
മോച്ചിച്ച പോകുന്നില്ല. മോച്ചിച്ച വന്നപ്പോൾ ഒരു 3 മണിയായി. പിന്നെ പടയണി തീർന്നപ്പോൾ 3 മണിയായി. കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ. ഈ പടയണി സ്റ്റാർട്ട് ചെയ്ത സമയത്താണെങ്കിൽ അവർ നമ്മുടെ ചൂട്ടില്ലേ, ചൂട്ടിങ്ങനെ കത്തിച്ച് വെക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് കുറേ ചൂട്ട് അവിടെ കൊണ്ട് ഇടുകയും ചെയ്തു. അത് ഓരോ ചൂട്ടും കത്തി തീരുമ്പോൾ വീണ്ടും വീണ്ടും കത്തിക്കുകയാണെന്ന് തോന്നുന്നു. അമ്പലത്തിൽ വന്നപ്പോൾ സമയം തൊട്ട് അവരാ കൊട്ടുന്നത് കണ്ടോ, അതിനെന്താ പറയുക, തകിലെന്നോ. അത് ഒരു ചൂട് ആകാൻ വേണ്ടിയിട്ട് അവർ തീ കൂട്ടി അതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വന്നപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണെങ്കിൽ ഈ പടയണി തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ചൂട്ട് കത്തിക്കുന്ന കാര്യം. അങ്ങനെ അവർ ഓരോ ചൂട്ടും കത്തിത്തീരുമ്പം അടുത്ത് കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇതെല്ലാം കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ ഉണ്ണിക്കുട്ടൻ ഉറങ്ങിപ്പോയി. ഇതുപോലെ സന്തോഷിക്കാൻ കിട്ടിയ ഒരവസരം പോലും കളയാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് കേട്ടോ. ജീവിതം ഒന്നല്ലേ ഉള്ളൂ, സന്തോഷങ്ങൾ ഇനിയും വരും എന്ന് കരുതി നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഓൾ.